താൽക്കാലിക വൈസ് ചാൻസലറെ നിയമിച്ച നടപടി നിയമപരമല്ല എന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ചാൻസലറായ ഗവർണർ നൽകിയ അപ്പീലിൽ ഇന്ന് ഹൈക്കോടതി വിധി പറയും. കേരള സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക നിയമനങ്ങളെയാണ് ഹൈക്കോടതി ചോദ്യം ചെയ്തത്. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, പി ബാലകൃഷ്ണൻ എന്നിവരുടെ ബെഞ്ചാണ് വിധി പറയുക. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് വിഷ്ണു സുരേഷാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇന്ന് ഹൈക്കോടതി വിധി പറയുകയാണ്. ഒപ്പം തന്നെ ചില നിയമനങ്ങളെ ഹൈക്കോടതി ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടല്ലോ. ചാൻസലർക്ക് ഇന്ന് നിർണായകമാണ്. നേരത്തെ ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിലാണ് കേരള സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല ഇവിടുത്തെ VC നിയമനവുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങൾ പാലിക്കാതെയാണ് ചാൻസലർ താൽക്കാലിക VC-മാരെ നിയമിച്ചതെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം. സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം VC-മാരെ തെരഞ്ഞെടുക്കാനെന്നും കോടതി അന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. പക്ഷേ അന്ന് ഈ താൽക്കാലിക VC-മാരുടെ നിയമനം റദ്ദു ചെയ്യാൻ ഹൈക്കോടതി തയ്യാറായിരുന്നില്ല. എന്നാൽ കോടതിയുടെ ഈ നിരീക്ഷണം, സംസ്ഥാന സർക്കാരിന്റെ പാനലിൽ നിന്ന് തെരഞ്ഞെടുക്കണമെന്ന ഈ നിരീക്ഷണം ചോദ്യം ചെയ്തുകൊണ്ടാണ് ഗവർണർ ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകിയത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അതിന്റെ വാദങ്ങളൊക്കെ നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ ദിവസം പൂർത്തിയായി. വ്യാഴാഴ്ചയാണ് വിധി പറയാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത് തിങ്കളാഴ്ച ഉച്ചയോടുകൂടി വിധി പറയാമെന്നാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, അതോടൊപ്പം പി ബാലകൃഷ്ണൻ എന്നിവരുടെ ബെഞ്ചാണ് ഈ വിഷയത്തിൽ വിധി പറയുക. ഗവർണർ ചൂണ്ടിക്കാട്ടിക്കുന്നത് ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട അത് UGC റെഗുലേഷൻസ് അനുസരിച്ച് ഗവർണർക്കാണ് VC-മാരെ നിയമിക്കാനുള്ള അധികാരമുള്ളത്. നേരത്തെ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെയും ഒക്കെ വിധി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ സിംഗിൾ ബെഞ്ച് അത് പരിഗണിക്കാതെയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയതെന്നാണ് ഗവർണറുടെ പ്രധാനപ്പെട്ട വാദം. ഇന്നുണ്ടാകുന്ന ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി അത് ചാൻസലറെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ക്രിസ്റ്റീന.